ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കൊട്ടാരക്കരയാണ് കേട്ടോ. ഇന്ന് നമ്മൾ ശ്രീയുടെ എൻഗേജ്മെന്റ് മേക്കപ്പ് ചെയ്യാനാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഓൾറെഡി നമ്മുടെ ചാനലിൽ ഈ ഒരു വർക്കിന്റെ മിനി വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ എന്തായാലും ആ വീഡിയോ പോയി കാണാം കേട്ടോ. ശ്രീ UK വർക്ക് ചെയ്യാണ്. എൻഗേജ്മെന്റ് പ്രമാണിച്ച് നാട്ടിലോട്ട് വന്നതാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ശ്രീയുടെ ഹെയർ ഒക്കെ പ്രെപ്പ് ചെയ്ത് കഴിഞ്ഞു. ലെറ്റ്സ് സ്റ്റാർട്ട് ദ മേക്കപ്പ്. To begin with, I'm going to tone her face using a toner. നമ്മൾ അപ്ലൈ ചെയ്ത ടോണർ നല്ലപോലെ ഫേസിലോട്ട് അബ്സോർബ് ആവാൻ വേണ്ടി ഞാനൊരു ഫാൻ വെച്ച് നന്നായിട്ട് ഫാൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഡ്രൈ സ്കിൻ ആണ് ശ്രീയുടെ. എംബ്രോയിലിസിന്റെ മോയ്സ്ചറൈസർ ആണ് കേട്ടോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ശ്രീക്ക് അത്യാവശ്യം നല്ല കട്ടിയുള്ള ഐബ്രോസ് ആണ്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഗ്യാപ്സ് മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ശ്രീയുടെ കണ്ണിന്റെ മേളിൽ ചെറുതായിട്ട് പിഗ്മെന്റേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കളർ കറക്റ്ററും ഒരു സ്കിൻ ടോൺ കൺസീലറും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഇങ്ങനെ കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കൺസീൽ ആയി പോവാറുണ്ട്. ആസ് ഓൾവേസ് ബേസ് മേക്കപ്പിന് മുമ്പ് ഞാൻ ഐ മേക്കപ്പ് ആണ് ചെയ്യാറ്. ആൻഡ് അഗെയിൻ ഞാൻ ഹുഡ ബ്യൂട്ടിയുടെ ഐ ഷാഡോ പാലറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് കണ്ട് നിങ്ങൾക്ക് മടുത്തിട്ടുണ്ടാവും അല്ലേ? സാറില്ല, നെക്സ്റ്റ് ടൈം ഞാൻ വേറെ ഐ ഷാഡോ പാലറ്റ് യൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ എന്താണെന്ന് അറിയില്ല, എപ്പോഴും എന്റെ കൈ ഈ ഒരു പാലറ്റിലോട്ടാണ് ആദ്യം പോകുന്നത്. ഞാൻ ശ്രീനോട് ചോദിച്ചു എങ്ങനെ മേക്കപ്പ് വേണം, ഐ മേക്കപ്പ് എങ്ങനെ വേണം എന്ന് ചോദിച്ചപ്പോൾ ശ്രീക്ക് ആക്ച്വലി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ശ്രീ അങ്ങനെ മേക്കപ്പ് ചെയ്യാറേ ഇല്ല. ആകെ ഒരു സൺസ്ക്രീൻ മാത്രം ഫേസിൽ അപ്ലൈ ചെയ്ത് പുറത്തു പോകുന്ന ഒരാളാണ് ശ്രീ. ഐ വാസ് ലൈക്ക് ഓക്കെ നമുക്ക് സെറ്റ് ആക്കാം. ഞാൻ ഐ മേക്കപ്പ് വളരെ സട്ടിൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഷെയ്ഡ്സ് ഒക്കെ വാം ടോൺ വരുന്ന ഷെയ്ഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഷിമർ ഷെയ്ഡ് ഒരു ഗോൾഡൻ ഷിമർ ആണ് അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കണ്ണെഴുതാൻ ഞാൻ ഇൻഗ്ലോട്ടിന്റെ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇൻഗ്ലോട്ടിന്റെ ജെൽ ലൈനർ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇൻ ദ നമ്പർ 77. കണ്ണ് ലൈൻ ചെയ്ത ശേഷം ഒരു ബ്ലാക്ക് ഐ ഷാഡോ വെച്ച് നന്നായിട്ട് ഞാൻ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ വരച്ച് വെച്ച പോലെ ഉണ്ടാവില്ല. നമ്മൾ സ്മോക്കി ഐ ലുക്ക് അല്ല കേട്ടോ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. കൈൻഡ് ഓഫ് ഒരു സ്മജ്ഡ് ലുക്കാണ് കേട്ടോ. ഐലാഷസ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് യൂറോ പാരിസിന്റെ ലാഷസ് ആണ് കേട്ടോ. ഇന്ത്യൻ നമ്പർ 54. നിങ്ങൾക്ക് ഒരു നാച്ചുറൽ ലുക്കിംഗ് ലാഷസ് വേണമെന്നുണ്ടെങ്കിൽ യൂറോ പാരിസിന്റെ നമ്പർ 54 മേടിച്ചാൽ മതി കേട്ടോ. ഐ മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ബേസ് ചെയ്യാൻ പോവാണ്. ഓൾറെഡി നമ്മൾ സ്കിൻ പ്രെപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പൊ നമ്മളിപ്പോ പ്രൈമർ അപ്ലൈ ചെയ്തു ഫേസ്. നെക്സ്റ്റ് നമ്മൾ ഇനി ബേസ് മേക്കപ്പ് ചെയ്യാൻ പോവാണ്. ബേസ് പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ എടുത്തു വെക്കാം കേട്ടോ. ശ്രീയുടെ ഫേസിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ സ്പോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കൺസീൽ ചെയ്ത് കൊടുക്കണം. ആദ്യം ഞാൻ ഒരു കളർ കറക്റ്റിംഗ് ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഒരു സ്കിൻ ടോൺ കൺസീലർ വെച്ച് കൺസീൽ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കളർ കറക്റ്റർ ഓറഞ്ച് കളർ കറക്റ്റർ തന്നെ അപ്ലൈ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരു ഡാർക്ക് ഷെയ്ഡ് ഓഫ് കൺസീലർ അപ്ലൈ ചെയ്താൽ മതി കളർ കറക്ഷന്. എക്സ്ട്രീം പിഗ്മെന്റേഷൻസ് ഉള്ള സ്കിന്നിലാണ് നമ്മൾ കൂടുതലും ഓറഞ്ച് കറക്റ്റർ അപ്ലൈ ചെയ്യാറ്. അല്ലെങ്കിൽ നമ്മൾ സ്കിൻ ടോൺ കൺസീലേഴ്സ് വെച്ച് തന്നെ കൺസീൽ ചെയ്തെടുക്കാറാണ് കേട്ടോ പതിവ്. ശ്രീയുടെ ഫേസിൽ അങ്ങനെ ഹെവി പിഗ്മെന്റേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഇവിടെ ചെറിയ ചെറിയ സ്പോട്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാനത് ഒരു ഡാർക്ക് ഷെയ്ഡ് ഓഫ് കൺസീലർ വെച്ചിട്ടാണ് കേട്ടോ കൺസീൽ ചെയ്തത്. എന്നിട്ട് ഞാൻ ബേസ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ എസ്സേ ലോഡർ, നാഴ്സ് ആൻഡ് Urban Decayയുടെ ഫൗണ്ടേഷൻസ് 3 മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ബേസ് മേക്കപ്പ് ഭയങ്കര ഹെവി ആയിട്ട് എടുത്ത് നിൽക്കണ്ട, എന്നെല്ലാം കൺസീൽ ആവണം, അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. ഫേസ് ഹൈലൈറ്റിങ്ങിന് വേണ്ടി ഞാൻ ഇവിടെ Urban Decayയുടെ കൺസീലർ ആട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് ദെൻ കംസ് മൈ മോസ്റ്റ് ഫേവറേറ്റ് പാർട്ട്, അപ്ലൈങ് ബ്ലഷ്. ഗൈസ്, ഈ ഒരു ബ്ലഷ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഗിവ് അവേ മേക്കപ്പ് ഹാമ്പറിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നതാണ്. സെയിം ബ്ലഷ് നമ്മുടെ ബ്രൈഡൽ കിറ്റിലും ഉണ്ട്. ഇതൊരു അടിപൊളി ബ്ലഷ് ആണ് ഫ്രം ദ ബ്രാൻഡ് PAC. ഇവിടെ ഞാൻ PACയുടെ ബ്ലഷും ന്യൂഡ് സ്റ്റിക്സിന്റെ ബ്ലഷും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ശ്രീക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ബാക്ക് ടു ഐ മേക്കപ്പ്. ലോവർ ലാഷ് ലൈനിൽ നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത മാറ്റ് ഷെയ്ഡ്സ് വെച്ചിട്ട് ഞാൻ ലോവർ ലാഷ് ലൈനിൽ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു ബ്രൗൺ കാജിൽ വെച്ചിട്ട് കണ്ണിന്റെ ഉള്ളിൽ എഴുതി കൊടുക്കുകയാണ് കേട്ടോ. ഗൈസ്, നോട്ട് ചെയ്ത് വെച്ചോളൂ, ഈ കാജിൽ അടിപൊളിയാണ്. ഇറ്റ്സ് ഫ്രം ദ ബ്രാൻഡ് ഷാംബർ ഇൻ ദി ഷെയ്ഡ് ബ്രൗൺ. നല്ല കാജിലാണ് കേട്ടോ. പൊതുവെ ഇങ്ങനെ സ്മജ്ഡ് ഐ ലുക്സ് ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി കാജിലാണ്. ഇനി നമുക്ക് ശ്രീക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുത്താലോ? ഞാനിപ്പോ ഇവിടെ PACയുടെ തന്നെ ഒരു ലിപ് ലൈനർ യൂസ് ചെയ്ത് ആദ്യം ഫുൾ ലിപ്സ് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ വേറൊരു ലിപ് ലൈനറും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഓർമ്മയില്ല ഏതാണെന്ന്. ലിപ്സ്റ്റിക്സ് ഞാൻ 3 ഷെയ്ഡ്സ് ഓഫ് ലിപ്സ്റ്റിക്സ് ആണ് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുത്തത്. ഏതാണ് ബ്രാൻഡ്, ഏതാണ് ഷെയ്ഡ് എന്നൊക്കെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പിന്നെ ഹെയർ നമ്മൾ ഓൾറെഡി ബ്ലോ ഡ്രൈ ചെയ്ത് ക്രിംപ് ചെയ്ത് പ്രെപ്പ് ചെയ്ത് വെച്ചതാണ്. ഇനി ഹെയർ സ്റ്റൈൽ കൂടി ചെയ്താൽ മതി. ഇപ്പൊ ഹെയർ ഞാൻ ഫുള്ളി കേൾ ചെയ്യാണ്. എന്നിട്ട് കേൾഡ് ബ്ലാക്ക് എക്സ്റ്റൻഷൻ നമ്മൾ ഈ ഹെയറിൽ കയറ്റിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഹെയറിന് ലെങ്ത് വരാൻ വേണ്ടിയാട്ടോ നമ്മൾ ഹെയർ എക്സ്റ്റൻഷൻ വെച്ചത്. അല്ലാണ്ട് തന്നെ ശ്രീയുടെ ഹെയർ അത്യാവശ്യം നല്ല തിക്കാണ്. ഹെയർ എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ടെന്ന് അങ്ങനെ അധികം അറിയില്ല. അപ്പൊ ശ്രീയുടെ മേക്കപ്പ്, ഹെയർ, എവറിത്തിങ് ഇസ് ഡൺ. നമ്മള് ഫ്ലവേഴ്സ്, ജിപ്സം ഫ്ലവേഴ്സ് ആണ് വെച്ച് കൊടുത്തിരിക്കുന്നത്.
ഹെയറിൽ നമ്മൾ ഫ്രണ്ട് പോർഷൻ സൈഡ് പാർട്ടീഷൻ കൊടുത്തിട്ട് ചെറുതായിട്ട് ടെക്സ്ചർ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. വലിയ കാര്യമായിട്ട് അറിയണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ മേക്കപ്പ് ഇസ് ഡൺ, ഹെയർ ഇസ് ഡൺ. പിന്നെ ശ്രീയുടെ ചേച്ചിക്കും നമുക്കൊന്ന് ഫേസ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. ശ്രീ ഫോട്ടോസ് എടുക്കാൻ പോയേക്കാം കേട്ടോ. ആ ടൈം കൊണ്ട് ശ്രീയുടെ ചേച്ചിനെ നമ്മൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് സിമ്പിൾ മേക്കപ്പ് ആൻഡ് ഹെയർ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് അവർ തിരിച്ചു വന്നോട്ടെ. ഇനി റൂമിൽ വെച്ച് കുറച്ച് ഫോട്ടോസ് എടുക്കാനുണ്ട്. ഇങ്ങോട്ടേക്ക് ഫേസ് ഒന്ന് തിരിയാവും. അത് ഡൗൺ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ ഡൗൺ ഡൗൺ ഡൗൺ. ഇത് കുറച്ച് ഡൗൺ ഡൗൺ ഡൗൺ. അങ്ങനെ നമ്മുടെ വർക്ക് കഴിഞ്ഞാലുള്ള മെയിൻ ടാസ്ക് എന്താണ്? ഇതെല്ലാം സെറ്റ് ചെയ്ത് പോവാന്നുള്ളതാണല്ലേ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു 12 മണിയായപ്പോ ഇറങ്ങിട്ടോ. ഇനി ഓൾമോസ്റ്റ് ഒരു 4.5 hours ജേർണി ഉണ്ട് നമ്മുടെ വീട്ടിലോട്ട്. പിന്നെ ബ്രൈഡൽ ബുക്കിംഗ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. സോ അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. വീഡിയോ ലൈക്കും ഷെയർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടിരിക്കുക. ലവ് യു ഓൾ.